ആരാധനക്രമ പഠന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പഠിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന് വചന ശുശ്രൂഷ അല്ലെങ്കിൽ പരസ്യ ശുശ്രൂഷ എന്നാണ് പറയുക. രണ്ടാം ഭാഗം മറ തുറക്കുകയാണ്. പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ വചന ശുശ്രൂഷ എന്ന് പ്രത്യേകമായിട്ട് പറയുക. മറ നീക്കി മദ്ബഹായുടെ വാതിൽ തുറക്കുന്നതിനാൽ മനുഷ്യൻ്റെ പാപം മൂലം അടയ്ക്കപ്പെട്ടിരുന്ന സ്വർഗം തുറക്കപ്പെട്ട് അദൃശ്യനായ ദൈവം ആരാധനാ സമൂഹത്തിന് ദർശനം അരുളുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. മറ തുറക്കുന്നതോടുകൂടി സ്വർഗവും ഭൂമിയും ദൈവവും മനുഷ്യരും മാലാഖമാരും മനുഷ്യനുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ ജനനം പറഞ്ഞുകൊണ്ടാണ് മറ തുറക്കുന്നത്. കർത്താവെ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ജനനത്തെ പ്രഘോഷിച്ചുകൊണ്ടാണ് മറ തുറക്കുന്നത്. അതായത് കർത്താവിൻ്റെ ജനനത്തോടുകൂടി ഈ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ആരംഭം കുറിക്കുകയാണ്. പൂർത്തീകരണമായിട്ടില്ല. ദൈവം തൻ്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ യേശു മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്നു. അതിൻ്റെ അനുസ്മരണമാണ് പ്രത്യേകമായിട്ട് നടത്തുക. അതുകൊണ്ടാണ് മറ തുറക്കുന്നത്. സ്വർഗവും ഭൂമിയും എന്നുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ പ്രതീകമായി. മറ തുറക്കുമ്പോൾ 3 പേരുടെ പേരുകളാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. 1 കർത്താവേ, 2 പരിശുദ്ധ കന്യകമറിയം, 3 സ്നാപയോഹന്നാൻ. അതുകൊണ്ട് മറ തുറക്കുമ്പോൾ പള്ളിയുടെ നടുക്കത്തെ പടം നമ്മൾ കർത്താവിൻ്റെ പടമാണ് വെക്കുക. കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവിനെയാണ് നമ്മൾ ദർശിക്കുന്നത്. സഭയുടെ പാരമ്പര്യമനുസരിച്ച് പറുദീസ കിഴക്കാണ്. അതുപോലെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവും കിഴക്ക് നിന്നാണ്. അതുകൊണ്ട് യേശു കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ദൈവജനത്തെ ഫേസ് ചെയ്ത് അവിടെ ആയിരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ യേശു കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ വലതുവശം, അതായത് മദ്ബഹായുടെ വടക്കുവശത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പടവും, യേശുവിൻ്റെ ഇടതുവശത്ത് അതായത് മദ്ബഹായുടെ തെക്കുഭാഗത്ത് സ്നാപയോഹന്നാൻ്റെ പടവും സാധാരണ പ്രതിഷ്ഠിക്കുകയാണ് പതിവ്. താഴെ സൈഡ് അൾത്താരകൾ ഉണ്ടെങ്കിൽ അവിടെ ഇടവക വിശുദ്ധൻ്റെ പടവും അല്ലെങ്കിൽ പ്രത്യേക വിശുദ്ധൻ്റെ പടവും 2 വശങ്ങളിലായിട്ട് പ്രതിഷ്ഠിക്കുന്ന പതിവുമുണ്ട്. എന്നാൽ പല പള്ളികളിലും പ്രായോഗിക കാരണങ്ങളാൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പടം തെക്കുവശത്തും ഇടവക വിശുദ്ധൻ്റെ പടം വടക്കുവശത്തുമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. മറ തുറന്നതിന് ശേഷം പുരോഹിതൻ ശുശ്രൂഷയിൽ ഒന്നിച്ച് ത്രോണോസിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന മനോഹരമായ ഒരു ഭാഗമുണ്ട്. മാതാപരിശുദ്ധന്മാർ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ പ്രദക്ഷിണം നമ്മൾ നടത്തുന്നത്. സ്വഭാവപ്രകാരം മരണമില്ലാത്തവൻ എന്ന പ്രാർത്ഥന, അത് അന്ത്യോക്യായിലെ വിശുദ്ധ സേവറിയോസിൻ്റെ മാനീസ എന്ന പേരിലാണ് അറിയപ്പെടുക. മാതാപരിശുദ്ധന്മാർ ഗാനം ആലപിച്ചുകൊണ്ട് ത്രോണോസിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത് മനോഹരമായ ഒരു ദൃശ്യത്തെ സൂചിപ്പിക്കുകയാണ്. ഈ സമയത്ത് മദ്ബഹ എന്ന് പറയുന്നത് ബേത്ലഹേം ഹോശാലയാണ്, പുൽത്തൊട്ടിയാണ്. ഏറ്റവും മുൻപിൽ തിരി പിടിച്ചുകൊണ്ട് പോകുന്ന ശുശ്രൂഷകൻ സ്നാപയോഹന്നാനാണ്. ത്രോണോസ് എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മടിത്തട്ടാണ്. ത്രോണോസിൽ വെച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മടിത്തട്ടിലിരിക്കുന്ന ഉണ്ണിയേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പവും വീഞ്ഞും ശോശപ്പാ കൊണ്ട് പുതപ്പിച്ചിരിക്കുന്നു. ഇത് യേശുവിനെ പുതപ്പിച്ചിരിക്കുന്ന പിള്ളക്കച്ചയെ സൂചിപ്പിക്കുകയാണ്. അവിടെ നടത്തുന്ന ഗാനാലാപം, മാതാപരിശുദ്ധന്മാരെന്നുള്ള ഗാനം, ഇത് മാലാഖമാരുടെ സ്വർഗീയ മാലാഖമാരുടെ കീർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. വൈദികൻ ത്രോണോസിൻ്റെ 4 കൊമ്പുകളിൽ ധൂപം വീശി മുത്തുന്നത് ജ്ഞാനികളും ഇടയന്മാരും വന്ന് യേശുവിനെ ആരാധിച്ചതിൻ്റെയും ബഹുമാനിച്ചതിൻ്റെയും സൂചനയായും വൈദികൻ ഉണ്ണിയേശുവിനെ ആലിംഗനം ചെയ്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനെയും പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. മാതാപരിശുദ്ധന്മാർ എന്ന ഗാനത്തിനു ശേഷം പുരോഹിതൻ ജനത്തിന് നേരെ ധൂപം വീശി അതിനുശേഷം
നടത്തുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള പ്രാർത്ഥന. മലങ്കരക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കൗമാ പ്രാർത്ഥന, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് തുടങ്ങുന്ന ഈ കൗമാ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രാർത്ഥന, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഈ പ്രാർത്ഥന ഒരു ഐതിഹ്യത്തിൽ നിന്നും വന്നതാണ്. അതായത് കർത്താവിൻ്റെ കുരിശുമരണം അതിദാരുണമായിരുന്നു. അതായത് സാധാരണ നടക്കുന്ന കുരിശുമരണത്തിന് വളരെ വ്യത്യസ്തമായിട്ടാണ് കർത്താവിൻ്റെ കുരിശുമരണം നടന്നത്. കർത്താവിന് ഡബിൾ പണിഷ്മെൻറ്റ് കിട്ടി. പീലാത്തോസ് പറഞ്ഞു, ഞാൻ അവനെ ചാട്ടവാറ് കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. പക്ഷേ അവർ കർത്താവിനെ വിട്ടയച്ചില്ല. ചാട്ടവാറ് കൊണ്ട് അടിക്കുകയും ചെയ്തു, കർത്താവിനെ ക്രൂശിക്കുകയും ചെയ്തു. അപ്പോൾ അതിദാരുണമായ ഡബിൾ പണിഷ്മെൻറ്റാണ് കർത്താവിന് കിട്ടിയത്. എന്നാൽ കള്ളന്മാരെ ചാട്ടവാറ് കൊണ്ട് അടിച്ചില്ല, അവരെ നേരെ കുരിശിക്കുകയുണ്ടായുള്ളൂ. അതുകൊണ്ടാണ് അവർ മരിക്കാൻ താമസിച്ചത്. പടയാളികൾ വന്ന് നോക്കിയപ്പോൾ കർത്താവ് നേരത്തെ മരിച്ചു കഴിഞ്ഞു. കാരണം ചാട്ടവാറ് കൊണ്ടുള്ള അടികളേറ്റ് അവൻ രക്തം വാർന്നുപോയി. കുരിശുമെന്ന് ഗോകുൽത്താവരെ എത്താൻ പോലും അവന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ശിമോൻ്റെ സഹായം അവർ അഭ്യർത്ഥിച്ചത്. ചുരുക്കത്തിൽ ഡബിൾ പണിഷ്മെൻ്റ് എന്നുള്ള അതിദാരുണമായ ആ സഹനമാണ് കർത്താവ് ഏറ്റെടുത്തത്. ഇപ്രകാരം അതിദാരുണമായ ഈ കുരിശുമരണത്തിന് കർത്താവ് കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ 9 ഗണം മാലാഖമാർ 3ആയി തിരിഞ്ഞ് ഈ കർത്താവിൻ്റെ കുരിശുമരണത്തെ കണ്ട് വലിയ വായിൽ നിലവിളിക്കുകയാണ്. 6 അടി നീളത്തിൽ കിടക്കുന്ന ഈ മനുഷ്യരൂപം കണ്ട് വികൃതമാക്കപ്പെട്ട, തകർക്കപ്പെട്ട ഈ മനുഷ്യരൂപം കണ്ട് ഒരു ഗണം മാലാഖ ചൊല്ലി, നീ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ടുവെങ്കിലും നീ കള്ളനല്ല, നീ ദൈവമാണ്, ദൈവമേ നീ പരിശുദ്ധൻ. പിന്നെ അടുത്ത ഗണം മാലാഖ, നീ 2 കള്ളന്മാരുടെ മധ്യേ ബലഹീനനായി കാണപ്പെടുന്നുവെങ്കിലും നീ ബലഹീനനല്ല, ബലവാനേ നീ പരിശുദ്ധൻ. അപ്പോൾ അടുത്ത ഗണം മാലാഖ, നീ 2 കള്ളന്മാരുടെ മധ്യേ മരണപ്പെട്ടവനായി കാണുന്നുവെങ്കിലും നീ മരണപ്പെട്ടവനല്ല, മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ. അപ്പോൾ താഴെ നിന്ന് നിക്കോദേമോസും യൗസേപ്പും മറുപടിയായി പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയായിരിക്കണം. അപ്പോൾ ഈ ദൈവം നീ പരിശുദ്ധനാകുന്നു എന്നുള്ളത് ക്രിസ്തു കേന്ദ്രീകൃതമായ, ക്രിസ്തോന്മുഖമായ ഒരു പ്രാർത്ഥനയാണ്. കാരണം മനുഷ്യനായി പിറന്ന യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഈ പ്രാർത്ഥന. ദുഃഖശനിയാഴ്ചയുടെ 6-ാം മണിയുടെ സദറാ പ്രാർത്ഥനയിൽ ഈ ചിന്ത വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള ഈ ത്രൈശുദ്ധ കീർത്തനം അത് ട്രിനിറ്റേറിയനാണ്, തൃത്വത്തോടുള്ള പ്രാർത്ഥനയാണ്. 3 പ്രാവശ്യം പരിശുദ്ധൻ 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 എന്ന് പറയുന്നത് വഴിയായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധനാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. 451 ഉണ്ടായ കൽക്കദോനിയ സുനോദോസിന് ശേഷം ഏകസ്വഭാവവാദികൾ, മോണോഫിസൈറ്റ്സ്, ഇപ്പോൾ അതിനെ മിയാഫിസൈറ്റിസം എന്നാണ് പറയുക. ഈ മിയാഫിസൈറ്റിസം എന്ന ചിന്തയിൽ യേശുവിൻ്റെ മനുഷ്യ സ്വഭാവം ദൈവസ്വഭാവത്തിലേക്ക് അലിഞ്ഞു ചേർന്നു, ഒറ്റ സ്വഭാവമായി തീർന്നിരിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ ദൈവത്വത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ചിന്താധാരകൾ അതോടുകൂടി കടന്നു വരികയുണ്ടായി. അങ്ങനെ ഈ മിയാഫിസൈറ്റിസം ഉൾക്കൊള്ളുന്ന ഈ കമ്മ്യൂണിറ്റിയിലാണ് ഈ അന്ത്യോക്യൻ ആരാധനാക്രമം പിന്നീട് വളർന്നു വന്നത്. അതിൻ്റെ ഭാഗമായി പീറ്റർ ദ ഫുള്ളർ എന്ന് പറയുന്ന അന്ത്യോക്യൻ പേട്രിയാർക്ക് അഥവാ പത്രോസ് കസോറ പാത്രക്കീസാണ് ഈ ട്രിനിറ്റേറിയൻ ഡോക്സോളജി അല്ലെ ട്രിനിറ്റേറിയൻ തൃത്വോന്മുഖമായ ഈ കീർത്തനത്തെ ക്രിസ്റ്റോളജിക്കലായിട്ട് കൺവേർട്ട് ചെയ്ത് വിശുദ്ധ കുർബാനയിൽ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. അക്കാലത്ത് തന്നെ അതിനെക്കുറിച്ച് ആളുകൾക്കിടയിൽ സംസാരമൊക്കെ ഉണ്ടായി. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യത്തിലാണ് ഇത് കൃത്യമായിട്ട് ഒരു ക്രിസ്റ്റോളജിക്കൽ കീർത്തനമായിട്ട് അല്ലെ ക്രിസ്തോന്മുഖമായ ഒരു പ്രാർത്ഥനയായിട്ട് ക്രമീകരിച്ചത്. നമുക്കറിയാം, മറ്റ് സഭകളിൽ, ബൈസൻ്റൈൻ സഭകളിലും അതുപോലെ തന്നെ സീറോ മലബാറിലുമൊക്കെ ഇത് തൃത്വത്തോടുള്ള സ്തുതിപ്പായിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത്. എന്നാൽ മലങ്കരയിൽ അത് യേശു ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് തിരിച്ചറിയണം. മലങ്കര സഭയിൽ ദൈവം, കർത്താവ്, ഗോഡ് ആൻഡ് ലോർഡ്, ഈ 2 ടൈറ്റിൽസ് അത് ഉപയോഗിക്കുമ്പോൾ തൃത്വത്തെ മൊത്തമായിട്ടോ തൃത്വത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുക.
ദൈവമേ അല്ലെങ്കിൽ കർത്താവേ എന്ന് വിളിച്ചാൽ ഇതാരാണ് നമുക്ക് അറിയണമെന്നില്ല. പ്രാർത്ഥന താഴോട്ട് വായിച്ചു വരുമ്പോൾ മാത്രമാണ് ഇതാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു എന്ന് പറയുമ്പോൾ പിതാവാണോ പുത്രനാണോ പരിശുദ്ധാത്മാവാണോ നമുക്കറിയില്ല. താഴേക്ക് വായിച്ചു വരുമ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയായിരിക്കണമേ നമുക്ക് മനസ്സിലാകുക. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ദൈവമേ നിനക്ക് സ്തുതി, അതാരോടാണെന്നുള്ളത് താഴോട്ട് വായിച്ചു വരുമ്പോൾ അറിയുക. സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ. മിശിഹ രാജാവ് യേശുവാണ്, കർത്താവാണ്. അതുകൊണ്ടാണത് ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയുമ്പോഴും അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മലങ്കര ആരാധനക്രമത്തിൽ ദൈവമേ എന്നോ കർത്താവേ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് തൃത്വത്തെ മൊത്തമായിട്ടോ തൃത്വത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനോ ആയിട്ടാണ് അത് ഉപയോഗിക്കുക. ആ പ്രാർത്ഥന താഴോട്ട് വായിച്ചു വരുമ്പോൾ മാത്രമാണ് അതാരെ സൂചിപ്പിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള ഈ ത്രൈശുദ്ധ കീർത്തനം കൗമാ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രത്യേകം അതിനെക്കുറിച്ച് ബോധ്യത്തോടുകൂടി വേണം ചൊല്ലാൻ. ഒരുപക്ഷെ നമ്മൾ വളരെ യാന്ത്രികമായിട്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ചൊല്ലി ഞങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടവനെ തിരക്ക് പിടിച്ച് ചൊല്ലി തീർക്കാറുണ്ട്. എന്നാൽ മാലാഖമാർ കർത്താവിൻ്റെ ആ ക്രൂശുമരണത്തെ നോക്കിക്കൊണ്ടുള്ള വലിയ കരച്ചിലാണെന്നുള്ള ബോധ്യത്തിൽ കുരിശിനെ നോക്കിക്കൊണ്ട് ഈ രംഗങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ ചൊല്ലുമ്പോൾ അതിന് വലിയൊരു അർത്ഥം നമുക്ക് ലഭിക്കും. കുരിശിനെ നോക്കിക്കൊണ്ടുള്ള മാലാഖമാരുടെ വലിയ കരച്ചിലാണ് അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ. ഓരോ പ്രാവശ്യവും ദൈവമേ പരിശുദ്ധനാകുന്നു നമ്മൾ ചൊല്ലുമ്പോൾ, നമ്മൾ ഭവനത്തിൽ വെച്ചോ ദേവാലയത്തിൽ വെച്ചോ ചൊല്ലുമ്പോൾ ആ കുരിശിനെ മുമ്പിൽ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ കുരിശുമരണത്തെ അനുസ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ചൊല്ലാൻ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വലിയ ആത്മീയ അനുഭവങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് ലഭിക്കും. അതിനുശേഷമാണ് കുറിയലായിസോൻ ഞങ്ങൾ കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് അർത്ഥമുള്ള കുറിയലായിസോൻ ചൊല്ലിക്കൊണ്ട് നമ്മൾ കുർബാനയുടെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. വേദപുസ്തക വായനകൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ 4 വായനകൾ നടത്തുകയുണ്ടായി. അതിനുശേഷം 3 വായനകളാണ് പുതിയ നിയമത്തിൽ പ്രത്യേകമായിട്ട് നടത്തുക. പഴയ നിയമത്തിൽ 4 വായനകളാണ് പ്രത്യേകമായിട്ട് നടത്തുക. ഒന്നാമതായിട്ട് പഞ്ചഗ്രന്ഥിയിൽ നിന്നുള്ള വായന, അതിനാണ് തോറ. അതിൻ്റെ സുറിയാനി പദമാണ് ഒറേത്ത. നമ്മൾ ദേവാലയത്തിൽ ഒറേത്താട് പുസ്തകത്തിൽ നിന്നും പാറയ്ക്കുമോർ, അത് പഞ്ചഗ്രന്ഥി തോറ ഹീബ്രു വാക്കിൻ്റെ സുറിയാനി പദമാണ് ഒറേത്ത. രണ്ടാമതായിട്ട് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് രാജാക്കന്മാർ ന്യായാധിപന്മാർ ചരിത്ര പുസ്തകം എന്നുള്ള വായന. മൂന്നാമതായിട്ട് വിജ്ഞാന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായനകൾ. നാലാമതായിട്ട് പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായനകൾ. അപ്പോൾ ഈ 4 വായനകളാണ് പഴയ നിയമത്തിൽ നമ്മൾ ഗസ്ത്രുമായിൽ നിന്നുകൊണ്ട് വായിക്കുന്നത്. ആ സമയത്ത് തിരി കത്തിച്ച് പിടിക്കുന്നില്ല, ധൂപമില്ല, അതുപോലെ തന്നെ ആളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ആ രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പഴയ നിയമം അപ്രകാരം വായിക്കുന്നത്. പുതിയ നിയമത്തിലെ വായനകൾ നമുക്കറിയാം, മദ്ബഹായുടെ ഒരു പടി താഴെ ഇറങ്ങി നിന്നുകൊണ്ടാണ് പുതിയ നിയമ വായനകൾ ആരംഭിക്കുക. മദ്ബഹായുടെ വടക്കുവശത്ത് ഭൂലശേഷം ചൊല്ലിക്കൊണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നോ കാതോലിക ലേഖനങ്ങളിൽ നിന്നോ വെളിപാടിൽ നിന്നുള്ള വായനകൾ അവിടെ വായിക്കും. തെക്കുവശത്ത് ഒരു പടി താഴെ നിന്നുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങൾ അവിടെ നിന്ന് വായിക്കും. എന്നാൽ പ്രധാന വായന മദ്ബഹായുടെ നടുക്ക് നിന്ന് പുരോഹിതൻ വായിക്കും. മദ്ബഹായുടെ നടുക്ക് നിന്ന് പുരോഹിതൻ വായിക്കുന്നതിലൂടെ യേശുക്രിസ്തു തന്നെയാണ് സംസാരിക്കുന്നുള്ള സൂചനയാണ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. കർത്താവിൻ്റെ ശിരസ്, കർത്താവിൻ്റെ നാവിൻ്റെ പൊസിഷനിലാണ് എവങ്കേലിയോൻ പീഠം വെച്ചിരിക്കുക. അവിടെ നിന്നാണ് പുരോഹിതൻ വിശുദ്ധ ലിഖിതം വായിക്കുന്നതും പ്രസംഗിക്കുന്നതും. വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ സംസാരിക്കുന്നു. വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ ലിഖിതം വായിക്കുമ്പോൾ എല്ലാ ആഘോഷങ്ങളുമുണ്ട്. 2 തിരിപിടിക്കും, ധൂപം, മർബഹാസ, മണി, എല്ലാ ആഘോഷമുണ്ട്. വിശുദ്ധ കുർബാന പടിഞ്ഞാട്ടെടുക്കുമ്പോഴുള്ള അതേ ആഘോഷം തന്നെയാണ് ലിഖിതം പടിഞ്ഞാട്ടെടുക്കുമ്പോഴുമുള്ളത്. ഒരേ കർത്താവ് തന്നെയാണ് അപ്പത്തിലും ലിഖിതത്തിനുമുള്ളത്. കുർബാന മധ്യേ ഗോതമ്പപ്പം കർത്താവിൻ്റെ സാന്നിധ്യമായി മാറുന്ന പോലെ കുർബാന മധ്യേ ഈ അച്ചടിച്ച ലിഖിതം കർത്താവിൻ്റെ സാന്നിധ്യമായി മാറും. പുരോഹിതൻ ഉറക്കെ വായിക്കുമ്പോൾ ആ ശബ്ദത്തിൽ യേശു സന്നിഹിതനാവും. ഇസ്രായേലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പുരോഹിതൻ വിശുദ്ധ ലിഖിതം ഉറക്കെ വായിക്കുമ്പോൾ ആ ശബ്ദത്തിൽ യേശു സന്നിഹിതനാവും. ആ സാന്നിധ്യം കൗദാശിക സാന്നിധ്യം തന്നെയാണ് എന്ന് വിശുദ്ധ അക്വിനാസ് പറയുന്നുണ്ട്. കുർബാന മധ്യേ ലിഖിതം കൂദാശിയാകുമ്പോൾ എന്താ സംഭവിക്കുക? ലിഖിതം കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ കൈ ശുദ്ധീകരിക്കപ്പെടും.
അക്ഷരത്തിലൂടെ കണ്ണോടുമ്പോൾ കണ്ണ് ശുദ്ധീകരിക്കപ്പെടും. വായിക്കുമ്പോൾ നമ്മുടെ വായും കേൾക്കുമ്പോൾ നമ്മുടെ ചെവിയും ശുദ്ധീകരിക്കപ്പെടും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാൻ 15:3 ഈ ഭാഗത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ ലിഖിതത്തിനും കത്തോലിക്ക സഭ ഒരേ ബഹുമാനവും ഒരേ ആദരവുമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഒരേ ആഘോഷങ്ങൾ. അതുകൊണ്ടാണ് മലങ്കര പള്ളിയിൽ ത്രോണോസിനോട് ചേർത്ത് ഏവെങ്കിലും പീഠം വെക്കും. ത്രോണോസിലെ കർത്താവും ഏവെങ്കിലും പീഠത്തിലെ കർത്താവും ഒന്ന് തന്നെയാണ്. ത്രോണോസ് പൊതിയുന്ന ചുമലയും പച്ചയും തുണി കൊണ്ട് തന്നെയാണ് ഏവെങ്കിലും പീഠവും പൊതിയുന്നത്. ഒരേ കർത്താവാണ് എന്ന് സൂചിപ്പിക്കാനാണ്. വിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയുന്നതിന് അടിസ്ഥാനപരമായി ഒറ്റ അർത്ഥമാണുള്ളത്. പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ദൈവജനത്തോട് ഒത്ത് ദൈവജനം നിൽക്കുന്ന അതേ പൊസിഷനിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ പുരോഹിതൻ ജനത്തിൻ്റെ പകരക്കാരനാണ്. മോശ ജനത്തെ താഴ്വാരത്തിൽ നിർത്തിയിട്ട് സീനായ് മലയിലേക്ക് പ്രവേശിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് പുരോഹിതൻ മദ്ബഹായിൽ പ്രവേശിക്കുക. അപ്പോൾ ജനത്തിൻ്റെ പകരക്കാരനാണ് പുരോഹിതൻ. എന്നാൽ പുരോഹിതൻ ജനത്തിന് നേരെ തിരിയുമ്പോൾ പുരോഹിതൻ ദൈവത്തിന് പകരക്കാരനാണ്. ഒരേ സമയം ജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും പകരക്കാരനായി മീഡിയേറ്ററായി ഇടയ്ക്ക് നിൽക്കുന്നവനാണ് പുരോഹിതൻ. അപ്പോൾ ജനത്തോടൊത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ ജനത്തിന് പകരക്കാരനായും ജനത്തിന് നേരെ തിരിയുമ്പോൾ ദൈവത്തിന് പകരക്കാരനായും ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മീഡിയേറ്ററായിട്ട് മധ്യസ്ഥനായിട്ട് നിന്ന് ശുശ്രൂഷ നിർവഹിക്കുക. മലങ്കര ആരാധനാക്രമത്തിൽ പുരോഹിതൻ ജനത്തിന് നേരെ തിരിയുന്നത് 2 ഇൻറ്റൻഷനിൽ മാത്രമേ തിരിയുകയുള്ളൂ. ദൈവത്തിന് വലുതും ജനത്തോട് പറയാനുണ്ടെങ്കിലും ദൈവത്തിന് വലുതും ജനത്തിന് കൊടുക്കാനുണ്ടെങ്കിലും മാത്രമേ പുരോഹിതൻ തിരിയത്തുള്ളൂ. എന്താണ് പറയാനുള്ളത്? വേദപുസ്തക വായന, വിശുദ്ധ ലിഖിതത്തിൻ്റെ വ്യാഖ്യാനം. എന്താ കൊടുക്കാനുള്ളത്? സമാധാനം, ആശീർവാദം, വിശുദ്ധ കുർബാന. അപ്പോൾ പുരോഹിതൻ ജനത്തിന് നേരെ തിരിയുമ്പോൾ ദൈവത്തിന് പകരക്കാരനായി ദൈവത്തിന് സംസാരിക്കാനുള്ളതും നൽകാനുള്ളതുമെല്ലാം ജനത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. എന്നാൽ പുരോഹിതൻ കിഴക്കോട്ട് തിരിയുമ്പോൾ പുരോഹിതൻ ദൈവജനത്തിൻ്റെ പകരക്കാരനാണ്. എത്ര മനോഹരമായൊരു പ്രതീകമാണത്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ടുള്ള ഈ പൗരോഹിത്യ ശുശ്രൂഷ. നമുക്കറിയാം, 2 വ്യക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മളൊരു ഇടനിലക്കാരനെ വെക്കും. 2 കൂട്ടരുടെയും ഭാഷ അറിയാവുന്നവനായിരിക്കണം ഈ ഇടനിലക്കാരൻ. 2 കൂട്ടർക്കും ഒരുപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളായിരിക്കണം ഈ ഇടനിലക്കാരൻ. പുരോഹിതൻ ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിൽക്കുമ്പോൾ ദൈവജനത്തിൻ്റെ ഭാഷ അറിയാവുന്നവനാകണം പുരോഹിതൻ. ദൈവജനത്തിൻ്റെ സുഖദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ ഇതൊക്കെ അറിയാവുന്നവനാകണം പുരോഹിതൻ. പുരോഹിതൻ ഞായറാഴ്ച ദൈവജനം ഹൈക്കലായിൽ നിന്നുകൊണ്ട് പുരോഹിതൻ മദ്ബഹായുടെ പടികൾ ചവിട്ടി കയറുമ്പോൾ ഈ ഇടവജനത്തിൻ്റെ മുഴുവൻ സുഖദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ മുഴുവൻ മനസ്സിലാക്കി അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. എന്നാൽ അതേസമയം പുരോഹിതൻ ജനത്തിന് നേരെ തിരിയുമ്പോൾ പുരോഹിതൻ ദൈവത്തിൻ്റെ ഭാഷ അറിയാവുന്നവനാകണം. ദൈവത്തിൻ്റെ വെളിപാടുകൾ, ദൈവിക രഹസ്യങ്ങൾ ദൈവജനത്തിന് പങ്കുവെച്ചു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ഭാഷ അറിയാവുന്ന പുരോഹിതൻ. അതുകൊണ്ട് എത്ര മനോഹരമാണ് പൗരോഹിത്യ ശുശ്രൂഷ. ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് 2 കൂട്ടരുടെയും ഭാഷ അറിയാവുന്ന മധ്യസ്ഥനായിട്ടുള്ള ഈ ശുശ്രൂഷ അത് മലങ്കര ആരാധനാക്രമത്തിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. നമുക്ക് കുർബാനയിൽ കാണാനായിട്ട് സാധിക്കും. ശുശ്രൂഷകൻ ഒരു പടി താഴെ നിന്നാണ് ലേഖനം വായിക്കുന്ന നമ്മൾ പറയുണ്ടായി. അതിന് മറ്റൊരു അർത്ഥതലം കൂടി സൂചിപ്പിക്കാറുണ്ട്. അതായത് മദ്ബഹായിൽ നിന്ന് ജനത്തിന് നേരെ ജനത്തോട് സംസാരിക്കാൻ പുരോഹിതന് മാത്രമേ അവകാശമുള്ളൂ. കാരണം അവൻ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ പകരക്കാരനാണ്. അതുകൊണ്ടാണ് മദ്ബഹായിൽ നിന്നുകൊണ്ട് ശുശ്രൂഷകരാരും ജനത്തോട് നേരിട്ട് സംവദിക്കത്തില്ല, സംസാരിക്കത്തില്ല. ഒരു പടി താഴെ ഇറങ്ങുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ആ മദ്ബഹായിൽ നിന്ന് പുരോഹിതന് മാത്രമേ യേശുവിന് പകരക്കാരനായിട്ട് സംസാരിക്കാൻ അവകാശമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ താഴെ നിന്നാണ് സംസാരിക്കേണ്ടത് എന്നുള്ള സൂചനയും ഇവിടെ പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട്. വേദവായനയുടെയും പ്രസംഗത്തിൻ്റെയും ശേഷം നാം കാണുന്നത് സ്തോമൻ ഗാലസ് കുറിയലായ്സോൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം നിൽക്കാം എന്നാണ് ബാറക്കിമോർ സ്തോമൻ ഗാലോസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 പ്രാർത്ഥനകളാണ്. പ്രിമിയോൻ, ഹൂസോയോ, സദറ പ്രാർത്ഥനകൾ. പ്രിമിയോൻ എന്ന് പറഞ്ഞാൽ മുഖവരി എന്നും, ഹൂസോയോ എന്ന് പറഞ്ഞാൽ പാപപരിഹാരം, സദറ എന്ന് പറഞ്ഞാൽ നിരനിരയായിട്ടുള്ള പ്രാർത്ഥനകൾ. അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ഓരോ കൂദാശയ്ക്കും ഓരോ പ്രാർത്ഥനയ്ക്കും പ്രിമിയോൻ സദറകളുണ്ട്. വിശുദ്ധ വിവിധ അവസരങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രിമിയോൻ സദറയുണ്ട്. ഈ പ്രിമിയോൻ സദറെല്ലാം തന്നെ
ആ വിഷയത്തിൻ്റെ ദൈവശാസ്ത്രം വ്യക്തമായി അനാവരണം ചെയ്യുകയാണ്. അപ്പോൾ പ്രിമിയൻ സദറയിലൂടെ കൃത്യമായ ദൈവശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. ആ പ്രിമിയൻ സദറ അത് പ്രാർത്ഥനയായി പിന്നീട് കുർബാനയോട് ചേർത്തു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ പ്രിമിയൻ സദറയിലൂടെ ഓരോ ഞായറാഴ്ചയുടെയും പ്രത്യേക വിഷയങ്ങൾക്കനുസരിച്ചുള്ള ദൈവശാസ്ത്ര ചിന്തകൾ പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അതിൻ്റെ നടുക്കാണ് ഹൂസോയ പ്രാർത്ഥന, പാപപരിഹാര പ്രാർത്ഥന. നമുക്കറിയാം എന്താണ് പാപപരിഹാര പ്രാർത്ഥന അർത്ഥമാക്കുന്നത്. വചനത്താൽ വിശുദ്ധീകരിച്ചു, ഇനി പാപമോചന പ്രാർത്ഥനയാൽ ദൈവജനത്തെ വിശുദ്ധീകരിക്കുകയാണ്. പാപപരിഹാരം നൽകുന്നതിനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് പാപപരിഹാരത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പാപപരിഹാര പ്രാർത്ഥനയിൽ ഒരുക്കത്തോടെ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ലഘുപാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. നമുക്ക് വിശ്രൂപാന സ്വീകരിക്കാൻ നമുക്ക് അർഹത ലഭിക്കുകയാണ്. എന്നാൽ ഘനമായ പാപങ്ങൾ കുമ്പസാരിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുമ്പസാരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ വിശുദ്ധ കുർബാന മധ്യേ പാപപരിഹാര പ്രാർത്ഥനയിൽ ഒരുക്കത്തോടെ നാം സംബന്ധിക്കുമ്പോൾ നമുക്ക് പാപപരിഹാര പ്രാർത്ഥനയിലൂടെയുള്ള ആ പാപമോചനം, അഭിഷേകം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് സദറ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ഒരു ആശംസയോടുകൂടി അത് അവസാനിക്കുന്നത്. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നു വന്നേക്കും നാം പ്രാപിക്കട്ടെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനം. എന്താണ് കടവും പാപവും? പാപം എന്ന് പറയുന്നത് കൽപ്പനയുടെ ലംഘനമാണ് പാപം. സ്നേഹത്തിൻ്റെ നിരസനമാണ് പാപം. എന്താണ് കടം? കൊടുക്കാനോ കൊടുക്കാതിരിക്കുന്നതാണ് കടം. ചെയ്യാതിരിക്കുന്നതാണ് കടം. ദൈവത്തോട് ഉള്ള കടം, മനുഷ്യനോടുള്ള കടം, ഋണഭാരം എന്നൊക്കെ പറയുന്നത് അതാണ്. കടങ്ങളും പാപങ്ങളും രണ്ട് ലോകങ്ങളൊന്നും വന്നേക്കും. ഏതാണ് രണ്ട് ലോകം? തീർച്ചയായിട്ടും ഈ ലോകം, ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്ന ഇവിടെ വെച്ച് നമ്മുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടും. വരാനിരിക്കുന്ന ലോകം, സ്വർഗത്തിൽ പാപമോചനത്തിൻ്റെ ആവശ്യമില്ല. വിശുദ്ധരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. പിന്നെ എന്താണ്? സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നവർ. ചുരുക്കത്തിൽ ഇന്ന് പാപപരിഹാര പ്രാർത്ഥന ഒരുക്കത്തോടെ നാം ആ കുർബാനയിൽ സംബന്ധിച്ചാൽ ഈ ലോകത്തിലും ശുദ്ധീകരണ സ്ഥലത്തും നമുക്ക് ആ പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കും എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുകയാണ്. അതിന് ശേഷമാണ് ധൂപക്കുറ്റി വാഴ്വ് നമ്മൾ നടത്തുക. നമുക്കറിയാം ആ സമയത്ത് പുരോഹിതൻ തെക്കോട്ട് തിരിഞ്ഞു നിന്നാണ് ധൂപക്കുറ്റി വാഴ്ത്തുന്നത്. ധൂപക്കുറ്റി വാഴ്വിൻ്റെ പ്രത്യേക സാങ്കത്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മാമോദീസായെ അനുസ്മരിച്ചുകൊണ്ടാണ് ധൂപക്കുറ്റി വാഴ്ത്തുന്നത്. കർത്താവിൻ്റെ മാമോദീസ സമയത്ത് തൃത്വൈക ദൈവം പ്രത്യക്ഷപ്പെട്ടു യോർദാൻ നദിയിൽ. പിതാവ് തൻ്റെ ശബ്ദത്തിലൂടെ ഇവൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് പുത്രൻ തൻ്റെ സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അങ്ങനെ പരിശുദ്ധ തൃത്വം കർത്താവിൻ്റെ മാമോദീസ സമയത്തെ പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ സൂചനയായിട്ട് മാമോദീസയുടെ അനുസ്മരണമാണ് ഇവിടെ നടത്തുക. പുരോഹിതൻ തെക്കോട്ട് തിരിയുന്നതിന് കാരണമുണ്ട്. അതായത് യോർദാനെ നോക്കിയാണ് പുരോഹിതൻ ഈ കർമ്മം നിർവഹിക്കുന്നത്. യോർദാൻ ജെറുസലേമിനും അന്ത്യോക്യായ്ക്കും തെക്കാണ് യോർദാൻ. ജെറുസലേമിലും അന്ത്യോക്യായിലും വളർന്നു വന്ന ഈ ആരാധനക്രമം യോർദാനെ നോക്കി ഈ ശുശ്രൂഷ നിർവഹിക്കുന്നതിനാലാണ് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ ധൂപക്കുറ്റി വാഴ്വ് പ്രത്യേകമായിട്ട് നടത്തുന്നത്. നമുക്കറിയാം ധൂപക്കുറ്റിയുടെ വ്യത്യസ്തങ്ങളായ ചിന്തകൾ നമുക്ക് പരിചയമുള്ളതാണ്. ധൂപക്കുറ്റിയുടെ ചങ്ങലകൾ, 4 ചങ്ങലകൾ. അത് ഒന്നാമത്തെ ചങ്ങല പിതാവിനെയും 2ഉം 3ഉം ചങ്ങലകൾ യേശുവിനെയും അവരുടെ ദൈവത്വത്തെയും മനുഷ്യത്തെയും, 4ാമത്തെ ചങ്ങല പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. ചങ്ങലയിലെ 72 കണ്ണികൾ 72 അറിയിപ്പുകാരെ സൂചിപ്പിക്കുന്നു. അതിലെ 12 മണികൾ അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്നു. മണി കിലുക്കുന്നത് അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണത്തെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ധൂപക്കുറ്റിയുടെ അടിത്തട്ട് ഭൂമിയെയും മേൽത്തട്ട് സ്വർഗത്തെയും സൂചിപ്പിക്കുന്നു. അടിത്തട്ടുള്ള കരി പാപികളായ മനുഷ്യനെയും കത്തുന്ന അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നു. അതിൽ നിക്ഷേപിക്കുന്ന കുന്തിരിക്കം വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളെ സൂചിപ്പിക്കുന്നു. ധൂപം മുകളിലേക്ക് ഉയരുന്നത് വിശ്വാസം ഉയരുന്ന ആ പ്രാർത്ഥനയെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. ധൂപക്കുറ്റിയിലെ അഗ്നി ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമിൻ്റെ ഉദരത്തിൽ വസിച്ച അഗ്നിയായ പുത്രൻ തമ്പുരാനെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം പുരോഹിതൻ കൈകൾ കഴുകി പ്രാർത്ഥന യാചിച്ചുകൊണ്ട് ധൂപക്കുറ്റി ശുശ്രൂഷനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് പുരോഹിതൻ
പ്രാർത്ഥനയാചിന് ശേഷം ത്രോണോസിന് മുമ്പിൽ മുട്ടുകുത്തി രഹസ്യ പ്രാർത്ഥന നടത്തുന്നു. ആ സമയത്ത് സർവശക്തനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലുകയാണ്. അതായത് വെളിപാടിൻ്റെ ചരിത്രം ക്രോഡീകരിച്ചത് ഒരിക്കൽ കൂടി ദൈവജനം ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. ഈ സമയത്ത് ശുശ്രൂഷകൻ ധൂപം വീശി പടിഞ്ഞാറേ അറ്റം വരെ പോകും, പടിഞ്ഞാറേ വാതിൽ വരെ പോകും. ധൂപത്താൽ വിശുദ്ധീകരിക്കുകയാണ്. നമ്മൾ ആദ്യം വചനത്താൽ വിശുദ്ധീകരിച്ചു, പിന്നെ പാപമോചന പ്രാർത്ഥനയാൽ വിശുദ്ധീകരിച്ചു. ഇവിടെ ദൈവജനത്തെ ധൂപത്താൽ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ശുശ്രൂഷകൻ ധൂപം വീശിക്കൊണ്ട് പടിഞ്ഞാറേ വാതിലിൻ്റെ അറ്റം വരെ പോകും. ആദിമസഭയിൽ സ്നാനാർത്ഥികൾ ഈ മോണ്ടോളത്തിൽ ആണ് അവർ നിൽക്കുന്നത്. അവിടെ സ്ഥലം അതായിരുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്ത് അനാഫറായിക്ക് അവർക്ക് സംബന്ധിക്കുവാൻ അവകാശമുണ്ടായിരുന്നില്ല. ശുശ്രൂഷകൻ ഈ സമയത്ത് പടിഞ്ഞാറേ വാതിൽ അടച്ച്, ഈ ശുശ്രൂഷയ്ക്ക് അവർക്ക് അർഹതയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാതിലടച്ച് തിരിച്ച് കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിനെയും ഇത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ധൂപക്കുറ്റിവാഴുവിന് ശേഷം കൈ കഴുകിക്കൊണ്ടാണ് പുരോഹിതൻ സർവശക്തനായ പിതാവ് എന്ന പ്രാർത്ഥന ആരംഭിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആചാരപരമായ തയ്യാറെടുപ്പിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജെറുസലേമിലെ വിശുദ്ധ കൂറിലോസ് ഇതിനെക്കുറിച്ച് പറയുന്നത്, കൈകൾ പ്രവർത്തനത്തിൻ്റെ പ്രതീകമാണ്. അതിനാൽ അവ കഴുകുന്നത് നാം ശുദ്ധരാക്കപ്പെടുന്നതിൻ്റെയും പാപകരവും നിയമവിരുദ്ധവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിമുക്തരാക്കപ്പെടുന്നു എന്നതിൻ്റെയും പ്രതീകമാണ്. നിഖ്യാവിശ്വാസ പ്രമാണമാണ് നാം വിശുദ്ധ കുർബാന മധ്യേ ചൊല്ലുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ നിരവധിയായ പാഷണ്ഡതകൾ നിലനിന്നിരുന്നതിനാൽ സത്യവിശ്വാസം എന്താണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിച്ചിരുന്നത്. അതുപോലെ തന്നെ രക്തസാക്ഷികൾ വിശ്വാസത്തെ പ്രതിയാണ് പലപ്പോഴും ഞങ്ങളുടെ ജീവൻ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മരിക്കുന്നതിന് മുൻപായി രക്തസാക്ഷികൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരണസമയത്ത് പലപ്പോഴും നമ്മൾ വിശ്വാസ പ്രമാണം മരിക്കുന്ന ആളിന് ചൊല്ലിക്കൊടുത്തുകൊണ്ട് മരണത്തെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. വിശുദ്ധ കുർബാനയുടെ മൂന്നാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ബലിയർപ്പണം അഥവാ അനാഫറ എന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത്. അനാഫറയ്ക്ക് മുൻപുള്ള ഇതുവരെ നമ്മൾ നടത്തിയ ശുശ്രൂഷകൾ സിനഗോഗിലെ ശുശ്രൂഷകളെ സൂചിപ്പിക്കുന്നു. അവിടെ പ്രധാനമായിട്ട് വേദപുസ്തക വായന, വ്യാഖ്യാനം മുതലായവയാണ്. അനാഫറ ബലിയർപ്പണം, അത് ജെറുസലേം ദേവാലയത്തിലെ ബലിയർപ്പണത്തെ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മലങ്കര കുർബാന സിനഗോഗിലെ ശുശ്രൂഷയെയും ജെറുസലേം ദേവാലയത്തിലെ ബലിയർപ്പണത്തെയും പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സമാധാന പ്രാർത്ഥന മുതൽ യാത്ര പറച്ചിൽ വരെയുള്ള ഭാഗത്തിന് പൊതുവെ അനാഫുറ എന്നാണ് പറയുന്നത്. അനാഫുറ എന്ന ഗ്രീക്ക് പദത്തിന് സമർപ്പിക്കുക, അർപ്പിക്കുക, കരേറ്റുക, ഉയർത്തുക എന്നിങ്ങനെ പൊതുവിൽ അർത്ഥമുണ്ട്. യാഗാർപ്പണമെന്നും ഇത് അർത്ഥമാക്കുന്നു. അന്ത്യത്താഴ സമയത്ത് കർത്താവ് ചൊല്ലിയ കൃതജ്ഞതാ പ്രാർത്ഥനയും അനുഷ്ഠിച്ച കർമ്മങ്ങളുമാണ് അനാഫ്രയിലെ പ്രധാന ഉള്ളടക്കം. വിശുദ്ധ കുർബാനയിലെ അനാഫ്ര എന്ന ഭാഗത്ത് രഹസ്യവും പരസ്യവുമായ 66 പ്രാർത്ഥനകളാണുള്ളത്. ഈ 66 പ്രാർത്ഥനകളിൽ 33 പ്രാർത്ഥനകൾ പരസ്യ പ്രാർത്ഥനയും 33 പ്രാർത്ഥനകൾ രഹസ്യ പ്രാർത്ഥനയുമാണ്. യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കാനാണ് ഇപ്രകാരം 33 പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്ത് 66 പ്രാർത്ഥനകൾ അനാഫ്രയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലെ 33 വർഷങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ 33 വർഷത്തെ ഇഹലോക ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് 33 രഹസ്യവും പരസ്യവുമായ പ്രാർത്ഥനകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സ്തോമൻ കാലസ് കുറിയലായിസോൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനാഫ്രയിലേക്ക് പ്രധാന ഈ മൂന്നാം ഭാഗത്തേക്ക് പ്രവേശിക്കുക. നമുക്ക് ശ്രദ്ധാപൂർവം നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ സമയത്ത് പുരോഹിതൻ ത്രോണോസിന് തൊട്ട് താഴെയുള്ള ദർഗ, അതിന് പടി, പദവി എന്നൊക്കെ പറയാറുണ്ട്, ആ പടിയിലേക്ക് കയറി നിന്നുകൊണ്ടാണ് സമാധാന പ്രാർത്ഥന ആരംഭിക്കുന്നത്. നമ്മൾ തുടക്കത്തിലെ കണ്ടതുപോലെ വചനത്താൽ വിശുദ്ധീകരിച്ചു, പാപമോചന പ്രാർത്ഥനയാൽ വിശുദ്ധീകരിച്ചു, ധൂപത്താൽ വിശുദ്ധീകരിച്ചു. അവസാനത്തെ ഒരു വിശുദ്ധീകരണം കൂടെ നടക്കുകയാണ്. അവിടെയാണ് നമ്മൾ സമാധാന പ്രാർത്ഥന നമ്മൾ കാണുന്നത്.
ക്രിസ്തു തൻ്റെ സുവിശേഷ പ്രഘോഷണ പദ്ധതികൾ പൂർത്തിയാക്കിയ ശേഷം മർക്കോസിൻ്റെ ഭവനമായ സെഹ്യോൻ മാളികയിൽ പെസഹ അനുഷ്ഠിക്കുന്നതിന് പ്രവേശിച്ചതിൻ്റെയാണ് ദർഗാ പ്രവേശനം സൂചിപ്പിക്കുക. പുരോഹിതൻ ദർഗായുടെ ഒരു പടി കയറുന്നത് യേശു തമ്പുരാൻ സെഹ്യോൻ മാളികയിൽ പെസഹ സംഭവത്തിനായിട്ട് കയറിയതിനെ സൂചിപ്പിക്കുന്നു. യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവനോടൊപ്പം നിങ്ങൾ പ്രവേശിക്കുക. സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ എനിക്കായി പെസഹ ഒരുക്കുക. കർത്താവ് പെസഹ സംഭവത്തിനായി ഉയർന്ന മാളികയിലേക്ക് പ്രവേശിച്ചതിൻ്റെ പ്രത്യേകമായിട്ടാണ് പുരോഹിതൻ ദർഗായിലേക്ക് പ്രവേശിക്കുന്നത്. ദർഗ എന്ന പദത്തിന് പദവി, പടി എന്നൊക്കെ അർത്ഥമുണ്ട്. ദർഗോദ് കശീശോ, ദർഗോദ് എപ്പിസ്കോപ്പോ, എപ്പിസ്കോപ്പ പദവിയിലേക്ക്, കശീശ പദവിയിലേക്ക് എന്നൊക്കെയാണത് അർത്ഥമാക്കുന്നത്. പുരോഹിതൻ ഒരു പടി കയറുന്ന വഴിയായിട്ട് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുള്ള ആ സെഹ്യോൻ മാളികയിലേക്ക് പ്രവേശിച്ചതിനെ സൂചിപ്പിക്കാം. ഇനിയും ഉന്നതത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവൂ. ഭൗമികമായ ഈ ലോകത്തിൻ്റേതായ എല്ലാ തലങ്ങളിൽ നിന്നും പുരോഹിതൻ ഉയർന്നു നിൽക്കുന്നു. അങ്ങനെ ഉയർന്നൊരു പദവിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ദൈവിക രഹസ്യങ്ങളെ ഇതാ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ദർഗായിലേക്ക് പ്രവേശിക്കുന്നത്. ബലിയർപ്പിക്കുന്നതിന് മുൻപ് ദൈവത്തോടും സഹോദരങ്ങളോടും രമ്യതയിലായിരിക്കണം എന്ന കത്തുർ പ്രാർത്ഥന അനുസരിച്ചാണ് മത്തായി 5:23, 6:12 എന്നീ വേദഭാഗങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും സമാധാന ചുംബനവും നടത്തുന്നത്. നീ ബലിയർപ്പിക്കാനായി പോകുമ്പോൾ നിൻ്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് തോന്നിയാൽ നീ ബലിവസ്തുവോട് വെച്ചിട്ട് അവനോട് പോയി അനുരഞ്ജനപ്പെട്ടിട്ട് മതി നിൻ്റെ ബലിയർപ്പണം. ഈ വേദഭാഗം കൃത്യമായി എല്ലാവരും പാലിക്കുകയാണെങ്കിൽ ഒരു പള്ളിയിലും ഒരു സമയത്തിന് വിശുദ്ധ കുർബാന നടക്കത്തില്ല. നമ്മൾ ദേവാലയത്തിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ പലർക്കും നമ്മോട് പ്രയാസമുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയി രമ്യപ്പെടേണ്ടി വരും. എന്നാൽ അതുകൊണ്ട് അനുരഞ്ജനം ദേവാലയത്തിനുള്ളിൽ തന്നെ നടത്തുകയാണ്. എനിക്കാരോടെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്നോട് പ്രയാസമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ വെച്ച് നമ്മൾ പരസ്പരം അനുരഞ്ജനം പ്രാപിക്കുന്ന സമാധാന ചുംബനമാണ് ഈ സമാധാന ശുശ്രൂഷയിലൂടെ നടക്കുന്നത്. മലങ്കര ക്രമത്തിൽ നമ്മൾ സമാധാനം കൊടുക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ കൈക്കുള്ളിൽ അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ കൈ വരും, അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ കൈക്കുള്ളിൽ എൻ്റെ കൈകൾ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്രകാരം കരങ്ങൾക്കുള്ളിലാണ് കരങ്ങൾ വെക്കുക. നമ്മൾ സമാധാനം കൊടുക്കുമ്പോൾ ഇപ്രകാരം എൻ്റെ കരങ്ങൾക്കുള്ളിൽ അടുത്തയാളുടെ കരങ്ങളിരിക്കും, അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കരങ്ങൾക്കുള്ളിൽ എൻ്റെ കരങ്ങളായിരിക്കും. ഇപ്രകാരമാണ് മലങ്കര ക്രമത്തിൽ നമ്മൾ സമാധാനം കൊടുക്കുക. എന്താണത് അർത്ഥമാക്കുന്നത്? ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. ഹാൻഡ്സ് ആർ ദി എക്സ്റ്റൻഷൻ ഓഫ് ഹാർട്ട്. കൈകൾ ഹൃദയത്തിൻ്റെ എക്സ്റ്റൻഷനാണ്. എൻ്റെ ഹൃദയത്തിലെ വിചാരവികാരങ്ങളാണ് കൈകളിലൂടെ പ്രകടമാകുന്നത്. എനിക്ക് കുഞ്ഞിനോട് ഇഷ്ടം തോന്നി, ഞാൻ കുഞ്ഞിനെ തലോടി. എനിക്ക് ഒരാളോട് അനിഷ്ടം തോന്നി, ഞാൻ അടിവെച്ച് കൊടുത്തു. രണ്ടും എൻ്റെ കൈയുടെ പ്രവൃത്തിയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഹൃദയവികാരങ്ങൾ കരങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിനെ ഞാൻ കരങ്ങൾക്കുള്ളിൽ സ്വീകരിക്കുമ്പോൾ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. എൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ മാത്രമല്ല, ഈ ദേവാലയത്തിൽ നിൽക്കുന്ന എല്ലാവരെയും. ആരോടെങ്കിലുമൊക്കെ എനിക്ക് പ്രയാസമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്നോട് പ്രയാസമുണ്ടെങ്കിൽ അവരെല്ലാം ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അനുരഞ്ജനപ്പെട്ടാണ് കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. സമാധാന ശുശ്രൂഷയ്ക്ക് ശേഷം തലകുനിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ യാചിക്കുന്ന പ്രാർത്ഥനയാണ് ഇനിയുള്ളത്. ഇതിന് ജനങ്ങളുടെ മേലുള്ള പ്രാർത്ഥനയെന്നും കൈവപ്പിൻ്റെ പ്രാർത്ഥനയെന്നും പറയാറുണ്ട്. അടുത്താണ് നമ്മൾ കാണുന്നത് ശോശപ്പ ആഘോഷിക്കുന്നതാണ്. കാസാബിലാസായും മൂടിയിരിക്കുന്ന തിരുശരക്തങ്ങൾ മൂടിയിരിക്കുന്ന പട്ടുതുണിയാണ് ശോശപ്പ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എൽദാക്കാലത്ത് നക്ഷത്രത്തിൻ്റെ അടയാളമുള്ളതും ദിനഹായ്ക്കും പെന്തിക്കോസ്തിക്കും പ്രാവിൻ്റെ രൂപമുള്ളതും സ്ലീവാക്കാലത്ത് കുരിശിൻ്റെ രൂപമുള്ളതുമായ ശോശപ്പയാണ് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്. ശോശപ്പ ഉയർത്തി ആഘോഷിക്കുന്നത് സ്വർഗം തുറക്കപ്പെടുന്നതും സ്വർഗീയകാര്യങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നു എന്നും പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു.
ഇവിടെ സ്വർഗവും ഭൂമിയും സമ്മേളിക്കുകയാണ്. നാം സ്വർഗീയ ജെറുസലേമിലേക്ക് ആരോഹണം ചെയ്യുകയും സ്വർഗീയർ നമ്മുടെ ഇടയിലേക്ക് അവരോഹണം ചെയ്യുകയും ചെയ്യുന്നു. ഇക്കാരണത്താലാണ് ശോശപ്പ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നത്. ഈ വെളുത്ത ശോശപ്പ യാക്കോബ് ബഥേലിൽ കണ്ട ദർശനത്തോട് സൂചിപ്പിക്കാറുണ്ട്. യാക്കോബ് ബഥേലിൽ ദർശനം കണ്ടപ്പോൾ ഗോവേണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28:12 നാം അത് കാണുന്നുണ്ട്. വെളുത്ത ശോശപ്പ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതിൻ്റെ പ്രതീകമായിട്ടാണ്. ശോശപ്പ ആഘോഷ സമയത്ത് വൈദികൻ രഹസ്യമായി ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക് 12 നീരുറവ ഒഴുക്കിക്കൊടുത്ത തീക്കൽപ്പാറ നീ തന്നെയാകുന്നു. രക്ഷകന്റെ കബറിങ്കൽ വയ്ക്കപ്പെട്ട തീക്കൽപ്പാറയും നീ തന്നെ. ഇത് പറഞ്ഞുകൊണ്ടാണ് ശോശപ്പ ഉയർത്തുന്നത്. അതായത് പഴയ നിയമത്തിൽ യഹോവ പാറയിൽ നിന്ന്, അതും തീക്കൽപ്പാറയിൽ നിന്ന് അവർക്ക് വെള്ളം കൊടുത്തു. പുതിയ നിയമത്തിൽ യഥാർത്ഥ സാക്ഷാൽ തീക്കൽപ്പാറ യേശു തന്നെയാണ്. ആ യേശുവാകുന്ന തീക്കൽപ്പാറയിൽ നിന്ന് കർത്താവിൻ്റെ ഉത്ഥാന സമയത്ത് ഇതാ പരിശുദ്ധാത്മാവാകുന്ന ജീവൻ്റെ അരുവി ദൈവജനത്തിന് ധാരാളം കുടിക്കുവാനായി ഒഴുക്കിക്കൊടുക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ശോശപ്പ ഉയർത്തുന്നത്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽക്കാർക്ക് തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കൊടുത്ത ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. പാറയിൽ നിന്ന് ധാരാളം വെള്ളം ഒഴുകിയതുപോലെ ക്രിസ്തുവാകുന്ന ആത്മീയ പാറയിൽ നിന്ന് ദൈവകൃപയാകുന്ന ജലം സഭയിലേക്ക് ധാരാളമായിട്ട് ഒഴുകുന്നു. ജെറമ്യ 2:13 നാം അതിൻ്റെ സൂചന കാണുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവിൻ്റെ കബറിങ്കൽ വയ്ക്കപ്പെട്ട കല്ല് മാറ്റപ്പെട്ടപ്പോഴാണ് ഉത്ഥാനം നടന്നത്. കർത്താവിൻ്റെ കബറിങ്കൽ വയ്ക്കപ്പെട്ട പാറയ്ക്കും സദൃശ്യമാണ് ശോശപ്പ. ഉയർപ്രസമയത്തുണ്ടായ ഭൂകമ്പത്തെയും ശോശപ്പയുടെ ചലനം സൂചിപ്പിക്കുന്നു. ശോശപ്പ മാറുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ആരാധന സമൂഹം ദർശിക്കുന്നത്. ശുശ്രൂഷകൻ്റെ പ്രഖ്യാപനത്തിന് മറുപടിയായി ജനം ചൊല്ലുന്ന പ്രാർത്ഥന വളരെ അർത്ഥവത്താണ്. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടിയായിട്ട് വിശ്വാസികൾ ഏറ്റുചൊല്ലുന്നത്. ശോശപ്പ ഉയർത്തുന്നതിലൂടെ മദ്ബഹായ്ക്കകത്തുള്ള അതിവിശുദ്ധ സ്ഥലം, ദ ഹോളി ഓഫ് ഹോളീസ് ഈസ് ഓപ്പൺഡ്. മദ്ബഹ തന്നെ അതിവിശുദ്ധ സ്ഥലമാണ്. വീണ്ടും ത്രോണോസിൽ കർത്താവിൻ്റെ പ്രത്യേക സാന്നിധ്യം പട്ടുതുണി കൊണ്ട് മൂടപ്പെട്ടിരുന്നു. മഹത്വമുള്ളവൻ്റെ തേജസ് കൊണ്ട് ആകാശം മൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോശപ്പ കൊണ്ട് അപ്പവും വീഞ്ഞും മൂടുന്നത്. ഇതാ ഈ കർത്താവിൻ്റെ സാന്നിധ്യം, മൂടപ്പെട്ട ഈ കർത്താവിൻ്റെ സാന്നിധ്യം അത് തുറക്കപ്പെട്ടിരിക്കുന്നു. ദ ഹോളി ഓഫ് ഹോളീസ് ഈസ് ഓപ്പൺഡ്. അതിവിശുദ്ധ സ്ഥലം, കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലവും ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു, വിശ്വാസികൾക്കായിട്ട് ഇതാ നൽകപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ ശോശപ്പ പ്രത്യേകമായിട്ട് മാറ്റുന്നത്. തുടർന്നാണ് ദേവാലയത്തിൽ സമ്മേളിച്ചിരിക്കുന്ന വിശ്വാസികൾക്കെല്ലാവർക്കുമായി പുരോഹിതൻ ശ്ലൈഹിക ആശീർവാദം നൽകി ഇവരെ തൃത്വത്തിന് ഫലമേൽപ്പിക്കുന്നു. കാസായിൽ നിന്നും പീലാസായിൽ നിന്നും കർത്താവിൻ്റെ സാന്നിധ്യം സ്വീകരിച്ച് അതിവിശുദ്ധ സ്ഥലം തുറക്കപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം, കാസായിലും പീലാസായിലുമുള്ള കർത്താവിൻ്റെ സാന്നിധ്യം സ്വീകരിച്ചുകൊണ്ട് പുരോഹിതൻ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ശ്ലൈഹിക ആശീർവാദം നൽകുന്നു. 2 കൊറിന്തോസ് 13:14, 1 കൊറിന്തോസ് 1:3, 2 കൊറിന്തോസ് 1:2 ഈ വേദഭാഗങ്ങളെ കണക്ട് ചെയ്താണ് ഈ ആശീർവാദം പ്രത്യേകമായിട്ട് പുരോഹിതൻ നൽകുന്നത്. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് തൃത്വനാമത്തിൽ വിശ്വാസികളെ ആശീർവദിക്കുകയാണ്. ബലിയർപ്പണം തൃത്വത്തിൽ കേന്ദ്രീകൃതമാണെന്ന് തൃത്വനാമത്തിലുള്ള ഈ ആശീർവാദം പ്രത്യേകം സൂചിപ്പിക്കുന്നു. അതിനുശേഷം കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ ഇപ്രകാരം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മെല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് വിശുദ്ധതമ്പയാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുറക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധയെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. പിതാവായ ദൈവം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ദൈവജനത്തെ ഫേസ് ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുക. ആ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്താണ് പുത്രൻ ഉപവിഷ്ടനായിരിക്കുന്നത്. അതുകൊണ്ടാണ് മദ്ബഹായുടെ വടക്കുവശത്തിന് മിശിഹാ തമ്പുരാനിരിക്കുന്ന സ്ഥലം എന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്.
ഹെബ്രായർ 10:12 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്താണ് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. ഭയഭക്തിയോടുകൂടി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയാണ്. മാലാഖമാർ സ്വർഗത്തിലേക്കും ഭൂമിയിലേക്കും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ ദർശനത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് വിവിധ ഗണം മാലാഖമാരോട് ചേർന്ന് നമുക്കും കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീകമായി സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ സ്വർഗീയരും ഭൗമികരും മാലാഖമാരും മനുഷ്യരും പ്രപഞ്ചം മുഴുവനും ഒന്നുചേർന്ന് ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുകയാണ് ഈ സമയത്ത് മാലാഖമാരുടെ ഈ സ്തുതിപ്പിലൂടെ. മാലാഖമാരുടെ കീർത്തനം വഴി ഭൗമിക സഭയും സ്വർഗത്തിലെ വിജയസഭയും ഒന്നുചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിന് ഇടയാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയും മാലാഖമാരോട് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന സമയം മുതൽ നാം സ്വർഗത്തിലേക്ക് ആത്മീയമായി ഉയരുകയും നമ്മിൽ സ്വർഗീയ അനുഭൂതി ഉളവാകുകയും ചെയ്യുന്നു. ഏശയ്യാ പ്രവാചകൻ്റെ ദർശനം ഏശയ്യാ 6:3, വെളിപാട് 4:8, അതുപോലെ തന്നെ യേശുവിൻ്റെ ജെറുസലേം പ്രവേശന സമയത്ത് ഓശാനയുടെ ആലാപനം മത്തായി 2:21-9, ലൂക്ക 19:38, സങ്കീർത്തനം 118, 26 ഇവയെല്ലാം ഒന്നു ചേർത്താണ് ഈ പരിശുദ്ധൻ 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 എന്നുള്ള ഈ കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സുറിയാനി പിതാക്കന്മാരുടെ ചിന്തയനുസരിച്ച് ഏശയ്യാ സ്വർഗീയ സിംഹാസനത്തിൽ കണ്ടത് പുത്രൻ തമ്പുരാനെയാണ്. ഈ കീർത്തനത്തിലൂടെ വിശുദ്ധ കുർബാനയുടെ സ്വർഗീയ ഭാവത്തെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ ഋത്വത്തിലെ ഓരോ വ്യക്തിയെയും പ്രത്യേകം സ്തുതിക്കുകയും യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ അനുസ്മരിക്കുകയുമാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയുടെ അതിപ്രധാനമായ നിമിഷങ്ങളിലേക്ക് നമ്മളെ പ്രവേശിക്കുകയാണ്. പെസഹ സംഭവങ്ങളുടെ അനുസ്മരണം. യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങൾ തുടർച്ചയെന്ന വണ്ണം സിഹ്യോൻ മാളികയിൽ വെച്ച് യേശു അന്ത്യത്താഴ് സമയത്ത് അപ്പവും വീഞ്ഞുമെടുത്ത് വാഴ്ത്തിയതിൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റി ശിഷ്യന്മാർക്ക് നൽകിയതിനെ ഈ സമയത്ത് അനുസ്മരിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, പെസഹ എന്ന് പറയുന്നത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മമാണ്. യഹൂദൻ ഒരു ദിവസമാണ് പെസഹ ആചരിക്കുന്നത്. അതായത് തലേ ദിവസം വൈകിട്ട് വീട്ടു പെസഹയിൽ ആരംഭിച്ച് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് യഹൂദ സമയം 9-ാം മണിക്കൂറിൽ ദേവാലയ പെസഹയിലാണിത് പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് യഹൂദൻ തലേ ദിവസം വൈകിട്ട് വീട്ടിൽ വെച്ച് പെസഹ ആചരിക്കും. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് യഹൂദ സമയം 9-ാം മണിക്കൂറിൽ ജെറുസലേം ദേവാലയത്തിൽ 10,000-കണക്കിന് ആടുകളെ ബലിയർപ്പിച്ചുകൊണ്ട് പെസഹ പെരുന്നാൾ ദേവാലയത്തിൽ നടത്തും, ദേവാലയ പെസഹ നടത്തും. ഈ 2 സംഭവങ്ങളുമാണ് വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നത്. യഹൂദ ആചാരമനുസരിച്ച് വീട്ടു പെസഹായിക്ക് അവർ 4 പ്രാവശ്യം സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് അവർ വീഞ്ഞ് കുടിക്കും. കർമ്മത്തിൻ്റെ ഭാഗമായി 4 പ്രാവശ്യം സങ്കീർത്തനം ചൊല്ലി വീഞ്ഞ് കുടിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അന്ത്യാത്താഴത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് 2 പ്രാവശ്യം പാനപാത്രം എടുത്തു എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. 1ഉം 4ഉം അവിടെ പറയുന്നില്ല. 3-ാമത്തെ പാനപാത്രം കുടിച്ചതിന് ശേഷം യേശു ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. ഇത് എല്ലാ സുവിശേഷന്മാരും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് 4-ാമത്തെ ഈ പാനപാത്രം, 4-ാമത്തെ ഈ കപ്പ് കർത്താവ് കുടിച്ചത് കുരിശിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ കുരിശുമരണ സമയത്ത് പ്രത്യേകമായിട്ട് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28 എന്നുള്ള വാക്യങ്ങൾ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിന്നാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിന്നാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹീസോപ്പയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിന്നാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ചുരുക്കത്തിൽ യഹൂദ പെസഹായിൽ 4 പ്രാവശ്യം അവരാചാരപരമായി വീഞ്ഞ് കുടിക്കുന്നത്, അതിൽ 4-ാമത്തെ ഈ
കപ്പ് കർത്താവ് കുടിക്കുന്നത് കുരിശിൽ വെച്ചാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എല്ലാം പൂർത്തിയായി എന്ന്. ഈ രണ്ട് സംഭവങ്ങൾ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുകയാണ്. അതായത് കർത്താവിൻ്റെ ഭവനത്തിലുള്ള പെസഹായും അതുപോലെ തന്നെ ദേവാലയത്തിലെ പെസഹായും നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പെസഹ ഒരുക്കണം. കർത്താവിന് വേണ്ടി ഒരു പെസഹ എല്ലാം ഒരുക്കി. കർത്താവ് ഈ പെസഹായുടെ സമയത്ത് അപ്പമെടുത്ത് ആശീർവദിച്ച് ഇതെൻ്റെ ശരീരമാണ്, വീഞ്ഞെടുത്ത് ആശീർവദിച്ച് ഇതിൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ ഭക്ഷിക്കണം, പാനം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. അപ്പമെടുത്തു എന്നത് കന്യകയിൽ നിന്ന് ജഡമെടുത്തതിനെയും സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം ചെയ്തു എന്നത് പിതാവിൻ്റെ അനുമതി അയച്ചതിനെയും വാഴ്ത്തി ശുദ്ധീകരിച്ചു എന്നത് തൻ്റെ ശരീരം ലോകർക്ക് വേണ്ടി ശുദ്ധീകരിച്ചു എന്നതിനെയും മുറിച്ചു എന്നത് തൻ്റെ കഷ്ടാനുഭവത്തെയും കുരിശുമരണത്തെയും തൻ്റെ ശരീരം ലോകത്തിനായി നുറുക്കപ്പെട്ടതിനെയും പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. ശിഷ്യർക്ക് നൽകി എന്നത് വിശ്വാസികർക്ക് പ്രത്യേകമായി ഫലമേൽപ്പിച്ചു എന്ന് സൂചിപ്പിക്കുന്നു. 4 വാക്കുകൾ പ്രത്യേകമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു. ഈ 4 വാക്കുകളിൽ വിശുദ്ധ കുർബാന മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 4 പ്രയോഗങ്ങൾ വഴി വിശുദ്ധ കുർബാന ഒരു അനുസ്മരണം മാത്രമല്ല, ഒരു അനുഷ്ഠാനം കൂടിയാണെന്ന് സൂചിപ്പിക്കുകയാണ്. കുർബാനയുടെ ആരംഭം മുതൽ സർവശക്തി പിതാവ് വരെയുള്ള ആ വിശ്വാസപ്രമാണം വരെയുള്ള ആ സമയം, അതിനെ അപ്പം എടുത്തു എന്ന വാക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് വാഴ്ത്തി, അതായത് സമാധാന ശുശ്രൂഷ മുതൽ അനാഫ്രയുടെ ആരംഭം മുതൽ അൻപിടുവൻ വരെയുള്ള സമയം വാഴ്ത്തി നമുക്ക് കാണാൻ സാധിക്കും. അൻപിടുവൻ്റെ സമയം മുതൽ മുൻപോട്ട് മുറിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം കൊടുത്തു, വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ആ സമയം. ചുരുക്കത്തിൽ അപ്പോൾ എടുത്തു, വാഴ്ത്തി, മുറിച്ചു, കൊടുത്തു എന്നീ 4 പ്രയോഗത്തിലൂടെ വിശുദ്ധ കുർബാന മുഴുവൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം കർത്താവ് വീഞ്ഞെടുത്ത് ആശീർവദിച്ച് ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ പാനം ചെയ്യണം, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാണ് എന്ന് കർത്താവ് പറയുകയാണ്. ചിന്തപ്പെടുന്നു എന്ന പദത്തിലൂടെ ബലിപീഠത്തിൽ അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ രക്തത്തെ സൂചിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ കാൽവരിയിലെ രക്തം ചിന്തലിനെയും കുരിശുമരണത്തെയും പ്രത്യേകം അനുസ്മരിക്കുകയാണ്. അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമാക്കി നൽകുന്നത് ഒന്നാമതായി പാപമോചനത്തിനും രണ്ടാമതായി നിത്യജീവനും വേണ്ടിയാണ് എന്ന് ഈ വിവരണം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഓർമ്മയാചരണം. പുരോഹിതൻ ഇടതുവശത്തിരിക്കുന്ന ആ സ്പൂണും അത് വെച്ചിരിക്കുന്ന ചെറിയ കുഷ്യനുണ്ട് ചുമന്ന നിറത്തിലുള്ള, അത് ചേർത്തെടുത്ത് കാസായയിലും പീലാസായയിലും തബലിത്തായയിലും മുട്ടിച്ചിട്ട് മുകളിലേക്ക് ഉയർത്തി പുരോഹിതൻ നെറ്റിയിൽ മുട്ടിച്ച് ദൈവജനത്തെ ഇങ്ങനെ ഉയർത്തി വീശി കാണിക്കും. കർത്താവിൻ്റെ രക്ഷാകര സംഭവങ്ങൾ മുഴുവൻ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജനനം, പരിജീവിതം, മരണം, കബറടക്കം, ഉത്ഥാനം, സ്വർഗാരോഹണം, രണ്ടാമത്തെ വരവ്, ഇവയെല്ലാം ഓർമ്മിക്കുവാനും അനുസ്മരിക്കുവാനുമാണ് യേശു കൽപ്പിച്ചത്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാകര സംഭവങ്ങളെ മുഴുവൻ അനുസ്മരിക്കുകയാണ്. കൽപ്പന അനുസ്മരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വൈദികൻ ഈ സ്പൂൺ എടുത്ത് കാസായിലും പീലാസായിലും തബലിത്തായിലും തൊട്ട് നെറ്റിയിൽ തൊട്ട് വലതുവശത്തേക്ക് ഉയർത്തി വിശ്വാസികളെ കാണിക്കുന്നത് വഴി രക്ഷാകര സംഭവങ്ങളെ മുഴുവനാണ് അനുസ്മരിക്കുന്നത്. പുരോഹിതന് സ്പൂൺ എടുത്ത് കാസായിൽ മുട്ടിച്ച് പീലാസായിലേക്ക് മുട്ടിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങിയെന്നതിനെയും പീലാസായിൽ നിന്ന് തബലിത്തായിലേക്ക് മുട്ടിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് ഇറങ്ങിയതിനെയും മുകളിലേക്ക് സ്പൂൺ ഉയർത്തി നെറ്റിയിൽ മുട്ടിക്കുമ്പോൾ പാതാളത്തിലുണ്ടായിരുന്ന ആദം മുതൽ എല്ലാ വിശുദ്ധരെയും താൻ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നതിനെയും, അങ്ങനെ നെറ്റിയിൽ മുട്ടിച്ചതിന് ശേഷം വിശ്വാസികളെ ഉയർത്തി വീശി കാണിക്കുന്ന വഴിയായിട്ട് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ശരീരവും രക്തവും വെവ്വേറെ വച്ചിരിക്കുന്ന പീലാസായാലും കാസായാലും സ്പൂണ് കൊണ്ട് തൊടുന്ന വഴി യേശുവിൻ്റെ മരണത്തെയും, അതിനുശേഷം പുരോഹിതൻ ഈ സ്പൂണ് പുരോഹിതന് വലതുഭാഗത്ത് വയ്ക്കും. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാർ അതെടുത്ത് ഇടതുഭാഗത്ത് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കും.
കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകും, വലിയ വ്യത്യാസങ്ങളുണ്ടാകും എന്നതിനെ പ്രത്യേകം സൂചിപ്പിക്കാനാണ് ഈ സ്പൂണ് ഈ സ്റ്റാറും പരസ്പരം മാറ്റിവെക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് റൂഹാക്ഷണ പ്രാർത്ഥനയാണ്. പൗരസ്ത്യ ദർശനമനുസരിച്ച് എല്ലാ കൂദാശകളും പൂർത്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടിയാണ്. പുരോഹിതൻ കൈകൾ ചലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ദിവ്യരഹസ്യങ്ങളുടെ മേൽ വന്ന് ആവസിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കാനാണ്. അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമാക്കി പൂർത്തിയാക്കുവാൻ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്ന പ്രാർത്ഥനയാണ് റൂഹാക്ഷണ പ്രാർത്ഥന. ഇത് ഏലിയ പ്രവാചകനുമായി ബന്ധപ്പെട്ടാണ് അതിന് വ്യാഖ്യാനം നൽകുന്നത്. ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ബാലിൻ്റെയും അക്ഷേരായുടെയും പ്രവാചകന്മാർ 850 പ്രവാചകന്മാർ അവർ ബലിപീഠം പണിതു, കാളയറുത്തു വെച്ചു, എന്നിട്ട് ഉയർന്ന സ്വരത്തിൽ അവർ പ്രാർത്ഥിച്ചു. പക്ഷേ അഗ്നി ഇറങ്ങി ബലി ദഹിപ്പിച്ചില്ല. എന്നാൽ ഏലിയ പ്രവാചകൻ മറുവശത്ത് ബലിപീഠം പണിതു, കാളയറുത്തു വെച്ചു, ഒഴിയാലിൽ വെള്ളം നിറച്ചു, എന്നിട്ട് കരങ്ങൾ ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അഗ്നി ഇറങ്ങി ബലിവസ്തു ദഹിപ്പിച്ചു, ഉഴവിയാലിലെ വെള്ളം വറ്റിച്ചു. ഇപ്രകാരം പുരോഹിതൻ കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ എന്ന് 3 പ്രാവശ്യം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങി പീലാസായിൽ ഒരുക്കിയിരിക്കുന്ന അപ്പത്തെ കർത്താവിൻ്റെ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തും. കാസായിൽ ക്രമീകരിച്ചിരിക്കുന്ന വീഞ്ഞ് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങി കർത്താവിൻ്റെ തിരുരക്തമാക്കി രൂപാന്തരപ്പെടുത്തും. ഏലിയ പ്രവാചകൻ്റെ കാലത്തെ ഈ സംഭവം നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 18:38 കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 2:1, 2 ദിനവൃത്താന്തം 7:1 അവിടെയും നമുക്ക് ഇതിൻ്റെ ചില സൂചനകൾ കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് കന്യയുടെ ഗർഭത്തിൽ ഇറങ്ങി വസിച്ച് ദൈവത്തിന് ശരീരം നൽകിയതുപോലെ പരിശുദ്ധാത്മാവ് ത്രോണോസിലെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മേൽ ഇറങ്ങി വസിച്ച് യേശുവിൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ച് അപ്പവും വീഞ്ഞും കർത്താവിന് തിരുശരീരങ്ങളാക്കി മാറ്റുന്ന അതിമനോഹരമായ ദൈവസാന്നിധ്യത്തിൻ്റെ നിമിഷത്തിലാണ് മധ്യസ്ഥ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സമയത്ത് എല്ലാവരും ഇരിക്കുന്നതിനാൽ പലപ്പോഴും പ്രാധാന്യം കുറഞ്ഞ സമയമാണ് തെറ്റിദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്താണ് മധ്യസ്ഥ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങി ആവസിച്ച് ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന നിമിഷത്തിലാണ് മധ്യസ്ഥ പ്രാർത്ഥന. തുബ്ദേൻ എന്നാണ് സുറിയാനിയിൽ ഇത് പറയുന്നത്. എന്നാൽ വീണ്ടും എന്നാണ് ഇതിനർത്ഥം. ഓരോ പ്രാർത്ഥനയ്ക്കും ശേഷം എന്നാൽ വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന വീണ്ടും വീണ്ടും ആരംഭിക്കുന്നത്. അങ്ങനെ 6 പ്രാർത്ഥനകളാണ്. പുരോഹിതന് 6 പ്രാർത്ഥന ചൊല്ലും പരസ്യമായിട്ട്, 6 പ്രാർത്ഥന രഹസ്യമായും, ശുശ്രൂഷകർ 6 പ്രാർത്ഥനയും ചൊല്ലും. അങ്ങനെ 18 പ്രാർത്ഥനകളാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കകത്ത് ഉള്ളത്. നമുക്കറിയാവുന്ന പോലെ ആദ്യത്തെ 3 പ്രാർത്ഥനകൾ ജീവിച്ചിരിക്കുന്നവർക്കും അവസാനത്തെ 3 പ്രാർത്ഥനകൾ മരിച്ചുപോയവർക്കുമാണ്. ആദ്യത്തെ പ്രാർത്ഥന മാർപ്പാപ്പായെയും സഭയുടെ തലവന്യ പിതാവുമായ കാതോലിക്ക ബാവായെയും ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷന്മാരെയും അതുപോലെ തന്നെ മറ്റ് മെത്രാന്മാരെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന വിശ്വാസികളെല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥന ഭരണാധികാരികളെ ഓർത്തുകൊണ്ടാണ്. നാടിനെ നയിക്കുന്ന എല്ലാ ഭരണാധികാരികളെയും ഓർത്ത് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാലാമത്തെ പ്രാർത്ഥന പരിശുദ്ധ ദൈവമാതാവിനെയും അതുപോലെ തന്നെ രക്തസാക്ഷികളെയും വിശുദ്ധരെയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. അവിടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് നമ്മൾ യാചിക്കുകയാണ്. അഞ്ചാമത്തെ പ്രാർത്ഥന സഭയിലെ പിതാക്കന്മാർ, മൽപ്പാന്മാർ, ഗുരുക്കന്മാർ ഇവരെ പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ടാണ് അഞ്ചാമത്തെ പ്രാർത്ഥന. ആറാമത്തെ പ്രാർത്ഥന മരിച്ച എല്ലാ വിശ്വാസികളെയും വാങ്ങിപ്പോയവരെ പ്രത്യേകമായിട്ട് അനുസ്മരിച്ചുകൊണ്ടാണ് ആറാമത്തെ പ്രാർത്ഥന ചൊല്ലുന്നത്. ചുരുക്കത്തിൽ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുള്ളതിനാലാണ് റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശുമിശിഹായുടെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചുകൊണ്ട് ബലിയർപ്പണം എന്ന ഭാഗം പൂർത്തീകരിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ അനാഫ്രായിക്ക് 2 ഭാഗമുണ്ട്. ഒന്നാം ഭാഗം ബലിയർപ്പണം, അൻപടിയോന് ശേഷമുള്ള 2ാം ഭാഗം ബലിവിരുന്ന്.
നാം ഇവിടെ 1-ാം ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ബലി വിരുന്ന് നമുക്ക് വിശദമായിട്ട് കാണാനായിട്ട് സാധിക്കും. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻ്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ആരാധനക്രമ വർഷ കോർഡിനേറ്റർ.